Today is our last day in Buggy. Let's see what all going on. So this is our logbook. We have to sign that. Most important काम. അങ്ങനെ ഇന്ന് അവസാനത്തെ ദിവസമാണെന്ന് വിചാരിച്ചാണ് നമ്മൾ പോയത്. അങ്ങനെ വണ്ടിയൊക്കെ വന്ന് വണ്ടി കയറി. कैसे हो? Last day नहीं हुआ? मेरा last day है आज. चलते? Last day है. ഈ ഒരു ബഗ്ഗി യാത്രയിൽ ഏറ്റവും എൻജോയ് ചെയ്യുന്നത് എന്നുള്ളത് ഈ ഒരു ഗവൺമെൻറ് വണ്ടിയിലുള്ള യാത്രയാണ്. കാരണം പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ നോക്കും ആരാണ് ഈ ഗവൺമെൻറ് വണ്ടി പോകണമെന്നുള്ളത്. എന്നിട്ട് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് നേരെ സ്റ്റെത്തൊക്കെ ഇട്ടുള്ളവർ ഇറക്കുന്നുണ്ട്. ഏട്ടാ മോനെ അങ്ങനെ ഒ പി ഡി പോയി നോക്കിയപ്പോൾ അവിടെ ആദ്യം തന്നെ 3-4 ഡോക്ടർമാരുണ്ടായിരുന്നു. फिर डॉक्टर साहब कहाँ जा रहे हैं? दांत चेक करवाना है. किसी ने देखा नहीं आपका दांत अभी तक? ഒ പി ഡിയിൽ ഇരിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ശ്വേത പറഞ്ഞ എന്നാൽ നമുക്ക് പോയിട്ട് പല്ല് കാണിക്കാന്ന്. അങ്ങനെ ഇന്ന് അവളും നാളെ ഞാനും കാണിക്കാന്നുള്ള രീതിയിൽ അവൾ ഇന്ന് കാണിക്കാൻ പോയി. डॉक्टर साहब कैसे फील हो रहे हैं? नर्वस? अब दांत कैसे होगा? तो बहुत खराब हो गया. അങ്ങനെ പല്ലൊക്കെ ശരിയായി കഴിഞ്ഞപ്പോൾ എന്നാൽ പോയിട്ട് കുറച്ച് വിറ്റമിൻ ഡിയും കൂടി എടുത്ത് കളയാന്ന് വിചാരിച്ച് നേരെ ടെറസിന്റെ മുകളിൽ പോയി. അങ്ങനെ വിറ്റമിൻ ഡി മാത്രമായിട്ട് കൊള്ളാൻ പോയാൽ നമുക്ക് സൂര്യേട്ടന് ഫ്രീ ആയിട്ട് എക്സ്റേയും യുവി റേയും ഗാമ റേയും ഒക്കെ തരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ പിന്നെ നേരെ ഫാർമസിക്ക് പോകുന്നു. കാര്യമായിട്ട് വലിയ പരിപാടികളൊന്നുമില്ല, എന്നാലും ഗവൺമെന്റ് സപ്ലൈയിൽ ഏതൊക്കെ മരുന്നുകളാണുള്ളത് പിന്നെ അവിടെ വരുന്ന പേഷ്യൻസിനോട് വെറുതെ വർത്താനൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ അമ്മച്ചിനെ കണ്ടത്. कूलिंग ग्लास लेके आया आपने? कहाँ से मिला? हाँ पहन के दिखाओ. चश्मा पहनो देखता हूँ कैसे लग रहा है. बढ़िया लग रहा है. बढ़िया लग रहा है. അങ്ങനെ അതും കഴിഞ്ഞ് വേറെ ഒരു പണിയില്ലാത്തതുകൊണ്ട് നേരെ ഫോട്ടോസൊക്കെ എടുത്ത് കുത്തിരുന്ന് ഫോട്ടോസൊക്കെ ഇൻസ്റ്റയിൽ കാണാട്ടോ. फिर कैसे हुआ आज का ड्यूटी गाइस? बहुत काम किया. ठीक है फिर मिलते हैं. ഇന്ന് ആര്യൻ്റെ വക മട്ടച്ചോറും മട്ടച്ചോറ് എന്നാ മട്ടച്ചോറല്ലേ ഇത്? മട്ടേരിയല്ലേ? മട്ടേരിയ. ഓ അമ്മക്ക് ഇതൊക്കെ അറിയാം. പിന്നെ മോരുകറി ആയിരുന്നാ? ആര്യ ഇന്നത്തെ ഓൾ ക്രെഡിറ്റ് ആര്യ. ആര്യ ഒന്ന് പുഞ്ചിരിക്ക്. അടുത്തതായിട്ട് നമ്മൾ മുട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മുട്ട ഉണ്ടാക്കാൻ ഞാൻ ബെസ്റ്റാണ്. ഇന്ന് നമ്മളുടെ സ്പെഷ്യലാണ് മുട്ട, പൊരിച്ച മുട്ട. ഞാൻ ആദ്യം മുട്ട നന്നായി ഇളക്കുക, എന്നിട്ട് പൊട്ടിച്ച മുട്ടയെ എണ്ണ എടുത്തുണ്ടാവും. ഗൈസ് ഇനി നമ്മൾ മുട്ടയെ ഒഴിക്കുന്നു. ഇപ്പോൾ വലിയ മുട്ടയായി. അങ്ങനെ വലിയ മുട്ട ഉണ്ടാക്കി നമ്മൾ വേറെന്തോ ആയിപ്പോയി. നമ്മൾ ചെറിയ മുട്ടയിൽ പരീക്ഷിക്കാൻ പോവാണ്. ഇതെന്ന പ്രശസ്തമായ കുക്ക് പഠിപ്പിച്ചെന്നാ. കോളനി ठीक है कैसे चल रहे? बढ़िया. खाना खाया? खा लो पक्का? ठीक है हम खा लेता हूँ. ഗൈസ് ഇന്നത്തെ ഫുഡാണ് മട്ടച്ചോറ്, എന്താ പറയുക, മോര് കറി, ഓംലെറ്റ്, പുളിഞ്ചി. മെഫിസ്റ്റോ കുനിഞ്ഞൊക്കെ ഇരുന്നിട്ടാണ് ഫുഡ് എടുക്കുന്നത്. കമുത്തടാ അങ്ങോട്ട് തിരിച്ചങ്ങ് കമുത്ത്. അങ്ങനെയൊക്കെ വലിയ പ്ലേറ്റൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ശ്രീദേവി കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് തടി നന്നാക്കാനുള്ള കൂട്ടത്തിലാണ്. മുട്ടയൊക്കെ എടുത്ത് ഒരു 3-4 മുട്ട അങ്ങ് എടുത്ത് കഴിക്കി, തടി വരട്ടെ. ആര്യ സ്വന്തം ഉണ്ടാക്കിയ ഫുഡ് വിഷമത്തോടെ പോയി കഴിക്കുന്നു. അഞ്ജലി ഇനി കുത്തിരുന്നിട്ട് സ്പേസ് ഉണ്ടാക്കുകയാണ് കഴിക്കാൻ. അങ്ങനെയൊക്കെ തിന്നോ? തിന്നവർ പറയൂ ഫുഡ് എങ്ങനെയുണ്ട്? കൊള്ളാം. ഓ സ്വന്തം ഫുഡിനെ പറ്റി തന്നെ കൊള്ളാം. ഓ എങ്ങനെയുണ്ട് ഇന്നത്തെ ഫുഡ്? അടിപൊളി. പേഷ്യന് സുഖമില്ലാന്നിട്ട് അമ്മ വിളിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ പോയി നോക്കാം സാധനങ്ങൾ എടുത്തിട്ട്. പണ്ട് ചെറുതിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത് നോവലിൽ വായിച്ചിട്ടുള്ള കാര്യമായിരുന്നു സുഖമില്ലാണ്ടാകുമ്പോൾ ഡോക്ടറെ വന്ന് വിളിക്കുന്നത്. അപ്പം നമ്മുടെ ലൈഫിൽ ഫസ്റ്റ് മൊമെൻ്റ് ആയിരുന്നു ഇങ്ങനെ സുഖമില്ലാണ്ടായിട്ട് ആൾക്ക് വരാൻ കഴിയായിട്ട് നമ്മൾ അവിടെ പോയി നോക്കുന്നത്. വയസ്സായിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് അവിടെ ഉള്ളവർക്ക് ബി പിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് പഠിപ്പിച്ചു കൊടുത്ത്. കാരണം ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ബി പി നോക്കലും കാര്യങ്ങളൊക്കെ. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ വീട്ടിൽ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നോക്കി കളയാവുന്നുള്ളൂ. അത് കഴിഞ്ഞ് അവർ ഫുഡും കൂടി കഴിപ്പിച്ചാണ് നമ്മളെ വിട്ടത്. പിന്നെ രാത്രി അപ്പം ഫ്യൂരിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോയി. റോബിക്ക് വരെ പുതിയ റൂം. ഓ സ്പോൺസർ ആദ്യം എത്തിക്കണേ. ഗൈസ് ഫ്യൂരിക്കുട്ടൻ എന്ന് ഗിഫ്റ്റ് കിട്ടുകയാണ്. ഫ്യൂരിക്കുട്ടൻ
തെണ്ടി നടക്കുന്നു. നാളത്തെ പ്രോഗ്രാമിന് വേണ്ടിയുള്ള വെട്ടാന്നൊക്കെ തോന്നുന്നില്ല. കണ്ടടി വന്നിട്ട് നമ്മളിടെ നീ സെക്സിയാടാ. ചടങ്ങ് കഴിച്ചു എക്സൈറ്റഡ് ആകും. മഹത്തായ കൈ ഞെട്ട് ഞെട്ടിട്ട് ആ ബോക്സ് എങ്ങനെയാണ് എറിയും. ക്ലോസറ്റിന്റെ ഒരു ചെറിയ രൂപം. അതാണ് ഫ്യൂരി. ബാത്റൂമിൽ ചേരാനായിരുന്നോ? അങ്ങനെ പറഞ്ഞു ഗ്രൂപ്പിലെന്തായാലും കക്കൂസിൽ കൊടുക്കാന്ന് പറഞ്ഞു. ഓ ഞെട്ട് ആ പറ്റേ. നാളെ ഇനി ഇത് വെച്ചാണ് ഡെയിലി വ്ളോഗ്. സച്ചിന്റെ വയറും ഫെയർവെല്ലിനുള്ള തയ്യാറെടുപ്പാണോ? ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമേ റൂമിൽ തണ്ടുള്ളൂ. എന്നിട്ടും വലിയ തണ്ടലാണല്ലോ. പിറ്റേന്ന് ഫെയർവെല്ലാണ്. അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസും കൂടി കാണാം. എവിടെ നിന്ന് വരുന്നു ഇക്കാച്ചി? ഇക്കാച്ചി എവിടെ നിന്ന് വരുന്നു? ഇവനെവിടെ നിന്ന് ഡേറ്റിന്? ഓ എന്താടാ മാലയൊക്കെ കിട്ടിയല്ലോ. രാവിലെ തന്നെ മുട്ട തിന്നു. മുട്ടയാണ് അവർ സാദിഖിന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. നോട്ടി പോയിക്ക ഗൈസ്. ഇന്നത്തോടെ നമ്മളുടെ ലാസ്റ്റ് ഡേ ആണ് ബഗ്ഗിയിൽ. ഇന്നലെ ലാസ്റ്റ് ആണെന്ന് വിചാരിച്ച്, പക്ഷെ ഇന്നലെ ലാസ്റ്റ് ആയില്ല. എന്തെങ്കിലും ലാസ്റ്റ് ആയാൽ മതിയായിരുന്നു. चलते आज नहीं है कोई? और डॉक्टर साहब कैसे है? चलो फिर डॉक्टर साहब आज जल्दी खत्म हो गया. हाँ डॉक्टर साहब आज फेयरवेल है ना. फेयरवेल है हमारा. चलो देखते हैं. ഓസിന് വരാണോടാ? ഇന്നും കൂടി ബഗ്ഗിയിൽ ഒപ്പിടാനുണ്ടായിരുന്നു. വേഗം പോയി തിരിച്ചു വന്ന കാരണം ഫെയർവെൽ ആയിരുന്നു. അപ്പോൾ ഫെയർവെൽ വ്ളോഗ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ കാണാം. സ്റ്റേ ട്യൂൺ.